പക്ഷെ ഒരു കാര്യം സത്യമാണ്, എത്രയും കൂടുതൽ നമ്മൾ സന്തോഷിക്കുന്നത്, എന്തൊരു കാരണത്താലാണോ നമ്മൾ കൂടുതൽ സന്തോഷിക്കുന്നത്, ആ കാരണം ഇല്ലാതെയാകുമ്പോൾ അതിനേക്കാളും കൂടുതൽ ഒരു പ്രൊപ്പോർഷൻ നമ്മൾ ദുഃഖിക്കാനിടയാവാൻ സാധ്യതയുണ്ട്. ആ ഓർമ്മ 1901 ജൂലൈ 20 മിഡ്നൈറ്റ് 12:10 രാത്രി ഒരു സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഒരു ശബ്ദം കേൾക്കില്ലേ? ഒരു ഇലക്ട്രിക് ലൈറ്റിൻ്റെ സ്വിച്ച്, ഏതെങ്കിലും ഒരു ഇലക്ട്രിക് സ്വിച്ച് ടക്കെന്നൊരു ശബ്ദം കേൾക്കുമല്ലോ. ഒരു കൈ നീണ്ടു വന്ന ഒരു സ്വിച്ച് ഓഫ് ചെയ്തു. അപ്പോൾ ടക്കെന്നൊരു ശബ്ദം കേട്ടു. ഈ ടക്കെന്നുള്ള ശബ്ദം ഞങ്ങൾ കൂടി നിന്ന് ഞങ്ങൾക്ക് ഒരു ബോംബ് പൊട്ടുന്ന പോലത്തെ ഒരു പ്രതീതിയാണ് ഞങ്ങൾക്ക് തോന്നിയത്. എവിടെയൊക്കെയോ എന്തോന്നൊക്കെയോ തകരുന്നതിൻ്റെ ഒരു ഭീകരമായിട്ടുള്ള ശബ്ദം എന്ന് വെച്ചാൽ ഈ സ്വിച്ച് വല്യമ്പ്രാൻ്റെ ഹാർട്ടിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന മെഷീൻ അത് സ്വിച്ച് ഓഫ് ചെയ്യുന്നതാണ്. 12:10 ആയപ്പോൾ ആ വലിയ പ്രതിഭ ചിത്തിരനാൾ മഹാരാജാവെന്ന് ആളുകൾ വിളിക്കുന്നു, പൊന്നമ്മാവെന്ന് കുട്ടികൾ വിളിക്കുന്നു, ഞങ്ങൾ വിളിക്കുന്നു, പ്രത്യക്ഷ പത്മനാഭൻ എന്ന് പലരും വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പത്മനാഭപാദത്തിലേക്കുള്ള യാത്ര തുടങ്ങി. 12:10 ആ സ്വിച്ച് ഓഫ് ചെയ്തു. അപ്പോൾ ലൈഫ് സപ്പോർട്ട്സ് തീർന്നു. അതോടുകൂടി ഒരു ഈറ, ഒരു യുഗം, അതിൽ കർട്ടൻ വീണു.